യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 24 പ്രകാരം പറയുന്നു, ദൈവമായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 2096 പ്രകാരം പറയുന്നു, ദൈവത്തെ ദൈവമായും സൃഷ്ടാവായും രക്ഷകനായും നിലനിൽക്കുന്ന എല്ലാറ്റിൻ്റെയും കർത്താവായും യജമാനായും അനന്തവും കരുണാമയവുമായ സ്നേഹമായി അംഗീകരിക്കുന്നതാണ് ആരാധന. ദൈവത്തെ പരിപൂർണമായിട്ട് നിൻ്റെ ജീവിതത്തിൽ അംഗീകരിക്കലാണ്, ആ ദൈവത്തെ പരിപൂർണമായിട്ട് സ്വീകരിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധനയെന്ന് കത്തോലിക്ക മതബോധന ഗ്രന്ഥം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. എവിടെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? വചനം പ്രകാരം നിയമാവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. എന്നൊരു വചനം 6-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ സകല ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സോഭീഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും അവിടെ കൊണ്ടുവരണം. അപ്പോൾ ദൈവത്തിന് ആരാധന അർപ്പിക്കേണ്ട സ്ഥലം ഏതെന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്താണ് നമ്മൾ ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്? വിശുദ്ധ പൗലോസ് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ പറയുന്നു, ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. അതിനാൽ ദൈവത്തിന് പ്രീതികരമായ വിശുദ്ധിയോടുകൂടെ സജീവമായിട്ട് അർപ്പിക്കപ്പെടുന്നതാണ് യഥാർത്ഥ ആരാധന. അതിനാൽ പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് നീ കടന്നു പോകുമ്പോൾ വിശുദ്ധിയോടുകൂടെ സജീവമായിട്ട് വേണം നീ ആരാധന അർപ്പിക്കാൻ വേണ്ടത്. അതിനാൽ ദേവാലയത്തിൽ കടന്നു ചെന്ന് വിശുദ്ധിയോടുകൂടെ ആരാധന അർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, അവിടുത്തെ ആലയത്തിൽ കടന്നു വന്ന് ഞങ്ങൾ ആരാധന അർപ്പിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാനും ആ സ്നേഹം ഉൾക്കൊണ്ട് ആ സ്നേഹത്തിൽ വളരുവാനും വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ.